ഹായ് ഗൈസ്, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യലും പിന്നെ ജസ്റ്റ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ എങ്ങനെ പൈത്തണിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പൈത്തണിൽ വേരിയബിൾസ് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വേരിയബിൾസ് നോർമലി നമ്മൾ എന്താ പറയുക, ഈക്വൽ ടു. അപ്പോൾ നമ്മൾ പൈത്തൺ ലാംഗ്വേജ് പഠിക്കുന്ന സ്ഥിതി, ഐ മീൻസ് ഏത് ലാംഗ്വേജ് പഠിക്കുന്ന ആളായാലും ലാംഗ്വേജ് ബേസിൽ പറയുമ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിരുന്നത്. വേരിയബിൾ, അസൈൻ, ടൈപ്പ്, ബ്രാക്കറ്റിൽ ഡേറ്റ. കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാൻ നോക്കണ്ട, ജസ്റ്റ് എന്താണ് കാണുന്നത് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വേരിയബിൾ എന്ന് പറഞ്ഞതിന് പകരം നെയിം, അസൈൻ ടൈപ്പിന് പകരം str, ബ്രാക്കറ്റിൽ ഡേറ്റ, ഒരു നെയിം ജോൺ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ വേരിയബിൾസ് മാത്രമാണ് പഠിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ആ ടൈപ്പ്, ബ്രാക്കറ്റിൽ ഡാറ്റ. എന്നിട്ട് ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിന് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകും. കാരണം നമ്മളൊരു ലാംഗ്വേജ്, നമ്മൾ ഈ പൈത്തൺ ഏത് ലാംഗ്വേജ് ആയാലും എഴുതുമ്പോൾ കുറേ ലൈൻ ഓഫ് കോഡ് എഴുതുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ഒരു സിൻടാക്സിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്, വലിയ റിസ്ക് ഒന്നുമില്ല മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി എന്താണ് വേരിയബിൾസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേരിയബിൾസ് ആർ കണ്ടെയ്നേഴ്സ്. ഞാൻ അതെടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ട് എല്ലാ ആൻസറും. കണ്ടെയ്നേഴ്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും വീട്ടിലുണ്ട് കണ്ടെയ്നേഴ്സ്. ഒരു കുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും, ഒരു കണ്ടെയ്നേഴ്സ്. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ലാംഗ്വേജിൽ അതേമാതിരിയുള്ള ഒരു കണ്ടെയ്നേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതേമാതിരിയുള്ള ഡാറ്റ, ഇപ്പോൾ ആ ജോൺ കണ്ടില്ലേ, ജോണിനെ നെയിമിനുള്ളിൽ ഇട്ട് വെച്ചു, അതുപോലെ എടുത്തു വെക്കാൻ. ഇനി നമുക്ക് നെയിമിന് എവിടെ വിളിച്ചാലും ജോൺ വരും, ആ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു, ജോണിനെ നെയിമിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. സെയിം നമ്മുടെ അടുത്തുള്ള ഒരു സാധനം നമ്മളെ വീട്ടിലുള്ള കണ്ടെയ്നറിൽ എടുത്തു വെച്ചു, സെയിം കൺസെപ്റ്റ്. പക്ഷെ നമ്മൾ വേരിയബിൾസിന് നെയിമിന് എഴുതിയ മാതിരി നമുക്ക് പല രൂപത്തിൽ എഴുതാം. ചിലത് പൈത്തണ് അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാതും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് നമ്പർ, അതാണ് ഫസ്റ്റ് വൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെയിമിന് മുന്നിൽ എട്ട് നെയിം, അതുമാതിരി ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഈക്വൽ അസൈൻ എന്ന് പറഞ്ഞാൽ ഫൈൻ. ടെക്സ്റ്റിന്റെ മുന്നിൽ ഒന്നും കൊടുത്താൽ പറ്റൂല. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്പർ കൊടുക്കരുത്. ബട്ട് യു ക്യാൻ ആഡ്, ലൈക്ക് നമുക്ക് മിഡിലോ എൻഡിലോ എവിടെ വേണം ആഡ് ചെയ്യാം. നെയിം 8, ടെക്സ്റ്റ് 6 ആഡ് ചെയ്യാം. അപ്പോൾ നമ്പർ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ അതേമാതിരി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സിമ്പിൾ, ആൻഡ്, അറ്റ്, ഡോളർ, പെർസെൻറ്റേജ്, ഇതൊന്നും നമ്മൾ ഈ വേരിയബിൾ നെയിമിൽ ഉപയോഗിക്കാനേ പാടില്ല. ഫ്രണ്ടിലും സൈഡിലും എവിടെ ഉപയോഗിക്കരുത്. അപ്പോൾ എന്ത് ഉപയോഗിക്കരുത്? സ്റ്റാർട്ടിങ് നമ്പർ ഉപയോഗിക്കരുത്, സ്പെഷ്യൽ ക്യാരക്ടർ എവിടെ ഉപയോഗിക്കരുത്. രണ്ട് കൺസെപ്റ്റ്. ഇനി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫസ്റ്റിൽ ലെറ്റർ, പക്ഷേ ഞാൻ ഇപ്പോൾ നെയിമിൽ എൻ കണ്ടില്ലേ, അതേമാതിരി. പിന്നെ അണ്ടർസ്കോർ ഉപയോഗിക്കാം. അണ്ടർസ്കോർ നെയിം, അണ്ടർസ്കോർ ടെക്സ്റ്റ്, അണ്ടർസ്കോർ ഡാറ്റ. പിന്നെ ഞാൻ പറഞ്ഞ നമ്പർ വേറെ എവിടെ വേണം ഉപയോഗിക്കാം. അണ്ടർസ്കോർ 1 ഡാറ്റ, അണ്ടർസ്കോർ 2 ടെക്സ്റ്റ്, അണ്ടർസ്കോർ 30 നെയിം, ഒക്കെ പറ്റും. നമ്പർ എവിടെ വേണം ഉപയോഗിക്കാം, ഫസ്റ്റിൽ ഉപയോഗിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ലെറ്റർ. പിന്നെ നമുക്ക് ഇപ്പം നമുക്കൊരു വേരിയബിൾസിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യാം? ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ സെഡ് വരെ, സ്മോൾ ലെറ്റർ എ മുതൽ സ്മോൾ ലെറ്റർ സെഡ് വരെ ഏതക്ഷരം നമുക്ക് നമ്മുടെ വേരിയബിളിൽ എവിടെ വേണം ഉപയോഗിക്കാം. 0 to 9 സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കരുത്, വേറെ എവിടെ വേണം ഉപയോഗിക്കാം. പിന്നെ അണ്ടർസ്കോർ എവിടെ വേണം ഉപയോഗിക്കാം, സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം. പക്ഷെ ഡോളർ, അറ്റ്, ആഷ്, സ്റ്റാർ ഒരിക്കലും ഉപയോഗിക്കരുത് എവിടെ. എക്സാമ്പിൾ ആണല്ലേ, അണ്ടർസ്കോർ ഫസ്റ്റ്, മൈന്, ഡേറ്റ. ഓക്കെ, എം ക്യാപിറ്റൽ ആണ് മൈനിന്റെ, എം സ്മോൾ ലെറ്റർ ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്താൽ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളി, ഈസിയാണ്. ഇനി നമുക്ക് കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിൾസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏജ് എക്സാമ്പിൾ ഒക്കെ ക്യാപിറ്റൽ എ ആണ്, പക്ഷെ ക്യാപിറ്റലൈസ് ചെയ്തതാണ്. ഇനി അടുത്തുണ്ട് ഏജ് സ്മോൾ ലെറ്റർ ആണ്, പിന്നെ ഏജ് ക്യാപിറ്റൽ ആണ്. ഇത് മൂന്ന് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ ഏജ് ഇസിക്കൽ ടു അസൈൻ 10, രണ്ടാമത്തെ ഏജ് സ്മോൾ ലെറ്റർ അസൈൻ 5, മൂന്നാമത്തെ ഏജ് ക്യാപിറ്റൽ അസൈൻ 4 എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ഡിഫറെന്റ് ആണ്. ഇത് ഒരിക്കലും കണക്ട് ആവില്ല. പിന്നെ എവിടെയെങ്കിലും ഞാൻ ക്യാപിറ്റൽ ഏജ് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ വരിക, സ്മോൾ ലെറ്റർ ഏജ് വിളിച്ചാൽ അതിന്റെ വാല്യൂ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല, ഓരോ കേസും സെൻസിറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ എങ്ങനെ ഇത് അതുപോലെ വിളിക്കണം. എ ക്യാപിറ്റൽ ആണെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ഒറ്റ വേരിയബിൾ നെയിം, ഒറ്റ വേർഡ് വെച്ചുകൊണ്ടുള്ള വേരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മൾട്ടി വേർഡ് ഉപയോഗിച്ചാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ എത്ര വേർഡ് വേണം എടുക്കുക. ഇപ്പൊ ഞാൻ 3 വേർഡ് എടുത്താണ് മനസ്സിലാക്കാൻ വേണ്ടി. മൈ വേരിയബിൾ നെയിം.
അപ്പോൾ 3 തരത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഒന്ന് ക്യാമൽ കേസ്, ഒന്ന് പാസ്കൽ കേസ്, ഒന്ന് സ്നേക്ക് കേസ്. ക്യാമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ 3 വേർഡ് അതാ മൈ വേരിയബിൾ നെയിം. ആ 3 വേർഡിലും ഫസ്റ്റത്തെ വേർഡ് ഞാൻ പറഞ്ഞത് ഇതിനെ പറ്റിയാണ്. വേണ്ട ഞാൻ പിന്നെ മൗസ് പോയിന്റർ നോക്കിയാൽ മതി. എം സ്മോൾ ലെറ്റർ ആണ്, വേരിയബിളിന്റെ വി ക്യാപിറ്റൽ ആണ്, നെയിമിന്റെ എൻ ക്യാപിറ്റൽ. വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്ററിന്റെ ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എം സ്മോൾ ലെറ്റർ, പിന്നെ അങ്ങോട്ടുള്ള എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ഇനി 10 വേർഡ് ഉണ്ടെങ്കിൽ അടുത്ത് ഒന്നിൻ്റെത് സ്മോൾ പിന്നെ 9ൻ്റെത് ക്യാപിറ്റൽ. അങ്ങനെ എഴുതി ഇതിനായിട്ട് കമ്പൈൻ ചെയ്യുക. ആ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ വേരിയബിൾ നെയിം. ഇതാണ് ക്യാമൽ കേസ്. ഫസ്റ്റത്തെ മാത്രം സ്മോൾ ലെറ്റർ, പിന്നെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. സിമ്പിൾ. പാസ്കൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ വേർഡും മൈ വേരിയബിൾ നെയിം എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമലിൽ പറഞ്ഞത് ഫസ്റ്റത്തെ മാത്രം സ്മോൾ, ഇതിലെല്ലാം ക്യാപിറ്റൽ. അപ്പൊ സിമ്പിൾ ആണ്. ക്യാമലും പാസ്കലും ഇനി കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ സ്നേക്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വേർഡ്സിനും എടുക്കാം. മൈ വേരിയബിൾ നെയിം സെക്സ് എത്ര വേർഡ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതിലെല്ലാം സ്മോൾ ലെറ്ററിൽ എല്ലാത്തിനും കണക്ട് ചെയ്യാം. അപ്പൊ മൈ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, മൈന്റെ മുന്നിൽ വേണ്ടല്ലോ കണക്ട് ചെയ്യാൻ. മൈ കഴിഞ്ഞിട്ട് വേരിയബിൾ, വേരിയബിൾ കഴിഞ്ഞിട്ട് നെയിം, നെയിം കഴിഞ്ഞിട്ട് എന്താ അത് അങ്ങനെ അങ്ങനെ അണ്ടർസ്കോർ ഇട്ട് അങ്ങനെ പോവാം. അപ്പോൾ അങ്ങനെ മൈ വേരിയബിൾ നെയിം. അപ്പോൾ ഇതാണ് നമ്മളെ വേരിയബിൾസ്. എന്താണ് കണ്ടെയ്നർ ആണ്. വേരിയബിൾസിന്റെ ഈ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ഡോളർ ഉപയോഗിക്കാൻ പാടില്ല, ഫസ്റ്റിൽ എന്ത് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോകളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ബാക്ക് അടിച്ച് ഫോർവേഡ് ചെയ്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിനാണ് ഞാൻ ഈ പ്രസന്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് പുറം മൾട്ടി വേർഡ്സ് വെച്ചുകൊണ്ട് അങ്ങനെ വേരിയബിൾ നെയിം ചെയ്യാം. ഇനി നമ്മൾ എന്താ പറയുക, ഇത് ജസ്റ്റ് ഒന്ന് നമ്മളെ പൈത്തന്റെ ലാംഗ്വേജിൽ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ടൈപ്പ് ഡാറ്റ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പക്ക വേരിയബിളിൻ്റെ ടൈപ്പിൻ്റെ ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പൈത്തന്റെ കോഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാം. അതിന് സെർച്ച് പോയിട്ട് CMD എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത് പൈത്തൺ ഇങ്ങനെ റൺ ചെയ്യാം. എന്നിട്ടിപ്പോൾ നമ്മളിവിടെ എന്താ ഡിസ്കസ് ചെയ്തത്, വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഈ പൈത്തണിൽ ആക്ച്വലി ഈ STR എന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് വരും. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അടുത്ത് വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇതുപോലെ നെയിം ഈക്വൽ ടു STR ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് ജോൺ എന്ന് എഴുതുകയാണ്. മനസ്സിലാവാൻ വേണ്ടി അവിടെ ടൈപ്പ് കൊടുത്തത്, പക്ഷെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നെയിം ഈക്വൽ ടു ജോണിനെ ഞാൻ പ്രിന്റ് ചെയ്യണം. നെയിം വീണ്ടും ഞാൻ പ്രിന്റ് ചെയ്യുന്നു, വീണ്ടും സെയിം പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര വട്ടം പ്രിന്റ് ചെയ്താലും നെയിം ജോൺ ആയിട്ട് വരും. അത് നമ്മൾ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഞാൻ എവിടെ പോയി എൻ്റെ കോഡിൽ ഞാൻ 200ാമത്തെ ലൈൻ പോയിട്ട് നെയിം വിളിച്ചു കഴിഞ്ഞാൽ ജോൺ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ നെയിമിനെ റീപ്ലേസ് ചെയ്യാം. ഇപ്പം നെയിം നവാഫിനാക്കിയിട്ട് ഇനി ഞാൻ പ്രിന്റ് നെയിം എടുത്ത് കഴിഞ്ഞാൽ നവാഫായി, ജോൺ പോയി. അതാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. സെയിം കണ്ടെയ്നറിൽ വേറെ ഡാറ്റ വെച്ച്. ഇനി നമുക്ക് ചെറിയ മാറ്റം ഒരു കാര്യം നോക്കാം. NAME നെയിമിന്റെ N ക്യാപിറ്റൽ ആക്കി. അതിനുശേഷം നെയിമിൽ എന്താ പറയാ, എന്തായാലും വരട്ടെ, കുഴപ്പമില്ല, സലീമിന് കൊടുത്ത്. എന്നിട്ട് ഞാൻ പ്രിന്റ് നെയിം കൊടുത്തു. പ്രിന്റ് നെയിം എൻ്റെ പഴയ ലാസ്റ്റ് നെയിം എന്താ, നെയിം നവാഫ് കൊടുത്തതാ, ഇതന്നെ വന്ന്. ഇനി ഞാൻ പ്രിന്റിൽ ആ N ക്യാപിറ്റൽ ആക്കിയാണ്ട് നെയിം ഉണ്ടല്ലോ അതൊന്ന് പ്രിന്റ് ചെയ്യാം. ഇപ്പൊ സലീം വന്നു. അപ്പൊ ഇതിന് വ്യത്യാസം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ ഒരു സെന്റൻസ് അർത്ഥമാണ് വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. ഒന്ന് സ്മോൾ ലെറ്റർ NAME യും മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ NAME ആണ്. സോ അതാണ് ഇതിന്റെ ഡിഫറൻസ്, കേസ് സെൻസിറ്റീവ് ആണ്. ഇനി നമുക്ക് ഇതിൽ വേറൊരു പോയിന്റ് എന്താണ്, നമ്മൾ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാനിപ്പോ ഒന്ന് നെയിം ഈക്വൽ ടു 10 കൊടുത്തു, എറർ വന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയൂല. അത് ഞാൻ ക്ലിയറിന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ എഴുതിയതെല്ലാം ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഫുൾ ക്ലിയർ ആയി പേജ്. ജസ്റ്റ് ഇങ്ങനെ
ക്ലിയർ അടിക്കുക. അപ്പോൾ ആ പേജ് ക്ലിയർ ആയി. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോൺ യൂസ് സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് സിമ്പിൾ. അപ്പം ഞാൻ തൽക്കാലം നെയിം അറ്റ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അല്ല സോറി, കൺഫ്യൂഷൻ വേണ്ട. നെയിം അറ്റ് ഈക്വൽ ടു നവാഫ് എന്ന് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യൂല. നെയിം ആഷ് ഈക്വൽ ടു ജോൺ കൊടുത്തു. ഞാൻ അറ്റ് നെയിം ഈക്വൽ ടു നവാഫിന് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ വെച്ചാൽ ഡോളർ സിമ്പിൾസ് നമ്മൾ എവിടെ ഉപയോഗിക്കരുത്. അതിനുശേഷം സ്റ്റാർട്ട് വിത്ത് ലെറ്റർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം നെയിമിൻ്റെ എന്നൊക്കെ ക്യാപിറ്റൽ ആണല്ലോ. നെയിം ഈക്വൽ ടു ജോൺ, അക്സെപ്റ്റ് ചെയ്യും. അതേമാതിരി നമുക്ക് അണ്ടർസ്കോർ നെയിം ഈക്വൽ ടു സലീം എന്ന് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് നെയിം പ്രിന്റ് ചെയ്തു, അപ്പൊ ജോൺ വന്നു. പ്രിന്റ് അണ്ടർസ്കോർ നെയിം രണ്ടാണ്, സലീം വന്നു. അപ്പൊ ഇങ്ങനെ ഈ അണ്ടർസ്കോർ കൊടുക്കും. ഇനി നമുക്ക് എന്താ പറയാ, അണ്ടർസ്കോർ അറ്റ് നവാഫ് അല്ല നെയിം വേണ്ട, വേറെ എന്താ ടെക്സ്റ്റ് എന്താ പറയും പാഷൻ കൊടുത്തു, അക്സെപ്റ്റ് ചെയ്യൂല. അറ്റ് സിമ്പിൾ വന്നു. നേരെ മറിച്ച് ജസ്റ്റ് ടെക്സ്റ്റ് നമ്പർ കൊടുത്തിരുന്നല്ലോ 3, ടെക്സ്റ്റ് ഈക്വൽ ടു പാഷൻ, അത് അക്സെപ്റ്റ് ചെയ്യും. അത് പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പാഷൻ വരും. പിന്നെ നമ്മൾ പറഞ്ഞു A to Z ക്യാപിറ്റൽ. ഇപ്പൊ എക്സാമ്പിള് മൈൻ ജസ്റ്റ് യെസ് എന്ന് പറഞ്ഞു കൊടുത്തു. അതേമാതിരി സ്മോൾ ലെറ്റർ മൈന് ഈക്വൽ ടു നോ കൊടുത്തു. ഇത് രണ്ടും പ്രിന്റ് ചെയ്ത് നോക്കാം. മൈന് പ്രിന്റ് ചെയ്തു യെസ് മുകളിലത്തത്. ഇനി അതേമാതിരി ഞാൻ സ്മോൾ ലെറ്റർ മൈന് പ്രിന്റ് ചെയ്യാം, നോ വന്ന്. അപ്പോൾ രണ്ടായിട്ട് എടുത്ത്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കാം, അതൊക്കെ നമുക്ക് വേരിയബിൾ നെയിമിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് രണ്ടും ഡിഫറെൻ്റ് ആവുന്നുള്ളൂ കേസ് സെൻസിറ്റീവ് കാരണം. അതാണ് കേസ് സെൻസിറ്റീവ്. അപ്പോൾ രണ്ടുമായി ഇവിടെ ക്യാപിറ്റൽ എ ആയും ഉപയോഗിക്കാം, സ്മോൾ ലെറ്റർ എ ആയും ഉപയോഗിക്കാം, ഏത് അക്ഷരം A to Z ഏതും ഉപയോഗിക്കാം. 0 to 9 വരുമ്പോൾ ഫസ്റ്റിൽ ഉപയോഗിക്കരുത്. അണ്ടർസ്കോർ നമുക്ക് എവിടെ ഉപയോഗിക്കാം, ഫസ്റ്റിൽ ഉപയോഗിക്കാം. ഇത് എവിടെ യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മൾട്ടിപ്പിൾ വേർഡ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിള് 3 വേർഡ് ഉണ്ട് നമ്മളടുത്ത്. മൈൻഡ്, വേരിയബിൾ ഉണ്ട്, അതുപോലെ മൈ ന്യൂ വേരിയബിൾ ഉണ്ട്. ഈ 3 വേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ക്യാമൽ കേസ് ആക്കാം. ക്യാമൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, ക്യാമൽ കേസിന് ഫസ്റ്റ് ലെറ്ററിൻ്റെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ. അപ്പോൾ ഇതിലെന്താ മൈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എമ്മിനെ സ്മോൾ ലെറ്റർ ആക്കും. അതിനുശേഷം എന്താ വേർഡ് എന്താണ്, ന്യൂ വേരിയബിൾ. അപ്പം ന്യൂ എന്ത് ചെയ്യും, ഞാൻ ഫസ്റ്റ് N ക്യാപിറ്റൽ എഴുതും, പിന്നെ വേരിയബിളിൻ്റെ ഫസ്റ്റ് V ക്യാപിറ്റൽ എഴുതും. വേരിയബിൾ ഈക്വൽ ടു 1. ഞാൻ അതിനെ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. മൈ ക്യാപിറ്റൽ മൈ വേരിയബിൾ പ്രിന്റ് 1. ഇനി ഈ ഒരു സംഭവത്തിന് ക്യാമൽ കേസ് നമ്മൾ പാസ്കൽ കേസ് ആക്കുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. സിമ്പിൾ മൈ ന്യൂ വേരിയബിൾ ഈക്വൽ ടു 2. ഇത് പ്രിന്റ് ചെയ്ത് നോക്കുക. മൈ ന്യൂ വേരിയബിൾ. ഇനി ഞാൻ ആദ്യത്തെ പ്രിന്റ് ചെയ്ത് നോക്കാം. മൈ ഫസ്റ്റത്തെ ഉണ്ടല്ലോ നമ്മൾ ഇത് പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിപ്പോ ഒന്നും ക്യാമൽ കേസിൻ്റെത് ഒന്നും പാസ്കൽ കേസിൻ്റെത് 2 അസൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ക്യാപിറ്റൽ ആണ് പാസ്കൽ കേസിൽ
ക്യാമൽ കേസിൽ ഫസ്റ്റത്തെ സ്മോൾ ആണ്, പിന്നെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. ഇനിയുള്ളത് സ്നേക്ക് കേസ്. സ്നേക്ക് കേസ് പറഞ്ഞാൽ നമ്മൾ 3 വേരിയബിൾ കണക്ട് ചെയ്യുക. മൈ ഫുൾ സ്മോൾ ലെറ്ററിലാട്ടാണ് ന്യൂ കഴിഞ്ഞിട്ട് വേരിയബിൾ ഈക്വൽ ടു 3. ഞാനത് പ്രിന്റ് ചെയ്താൽ my underscore new underscore variable 3. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോയിൽ വേരിയബിൾസ് എന്താണ് നല്ല വൃത്തിയിൽ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടന്റ് വളരെ കുറവാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം എന്നാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സിമ്പിളാക്കാം അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. കണ്ടന്റിന്റെ ഒരു ലെങ്ത് കുറവാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഡാറ്റ ടൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ വേരിയബിളും ഡാറ്റ ടൈപ്പ് മിക്സ് ചെയ്തിട്ട് പറയും. അതാണ് ടൈം എടുക്കുന്നത് ഞാൻ പറയാൻ കാരണം. ബട്ട് നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവുന്നില്ലാണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി എന്നെ കൊണ്ട് കഴിയുന്ന വരെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേരിയബിൾ ഡാറ്റ ടൈപ്പിനെ ഡിസ്കസ് ചെയ്യാം. അതുവരെ ഓക്കെ ബൈ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം. നിങ്ങളെ സജഷൻസ് വരുമ്പോഴാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ താങ്ക് യു ബൈ.